ഇവൻ പറഞ്ഞ ശരിയാണേ ഉണ്ടല്ലോ, ഒരു ഷോർട്ട് ഗൺ എടുത്ത് ഇങ്ങനെ 2 വെടി. പടക്കളം പടക്കളം എന്ന് പറയുന്ന സിനിമ ഇന്ന് OTT റിലീസ് ആയിട്ടുണ്ട്. നമുക്കതിൻ്റെ OTT റിവ്യൂ നോക്കാം. ഞാൻ ഈ സിനിമ തിയേറ്ററിൽ കണ്ടിരുന്നു. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി നമുക്ക് നമ്മുടെ ഗ്രൂപ്പിൽ ഈ സിനിമയുടെ റിവ്യൂ ഇടാൻ കഴിഞ്ഞിരുന്നില്ല. അപ്പോൾ ഞാൻ കരുതി ഇനിയിപ്പോൾ എന്തായാലും OTT റിലീസ് പെട്ടെന്ന് തന്നെ വരും എന്ന് അറിഞ്ഞിരുന്നു. ഡേറ്റ് ഒക്കെ നേരത്തെ അറിഞ്ഞിരുന്നു. അപ്പോൾ ഞാൻ കരുതി എന്നാൽ പിന്നെ OTT റിലീസ് ആകുമ്പോൾ അത് പറയാം. കാരണം ഒരുപാട് പേര് OTTയിൽ ഈ സിനിമ വരുന്നത് നോക്കിയിരിപ്പുണ്ടാവും. അപ്പോൾ സിനിമയിലേക്ക് വരികയാണെങ്കിൽ സിനിമ ഒരു ഫാൻറ്റസി മൂഡിൽ പോകുന്ന സിനിമയാണ്. എനിക്ക് പേഴ്സണലി നല്ല സാറ്റിസ്ഫാക്ഷൻ തന്ന ഒരു നല്ല എൻ്റർടൈനറായിരുന്നു പടക്കളം. എനിക്ക് ഏറ്റവും അതിനകത്ത് ഹൈലൈറ്റ് ആയിട്ട് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ സുരാജ് ഏട്ടൻ ഈയിടെയായിട്ട് ചെയ്യുന്ന പല ക്യാരക്ടറുകളും വിട്ട് പഴയ സുരാജിനെ ചില മാനറിസങ്ങളിലൂടെയൊക്കെ നമുക്ക് ആ പഴയ സുരാജിനെ കാണാൻ പറ്റി എന്നുള്ളത് തന്നെയാണ് പടക്കളത്തിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. പിന്നെ ഒപ്പം ഷറഫുദ്ദീനും നല്ല സൂപ്പർ പെർഫോമൻസാണ്. പിന്നെ മെയിൻ ലീഡ് ചെയ്തേക്കണ ഒരു 3-4 പയ്യന്മാരുണ്ട്. അവന്മാരും തകർത്തുണ്ട്. ഇപ്പോൾ ഒരു പയ്യന്മാരെ ബേസ് ചെയ്ത് ഒരുപാട് സിനിമകൾ വരുന്നുണ്ട്. ഇപ്പോൾ ആവേശമൊക്കെ അങ്ങനെ വന്ന പടമാണ്. പിള്ളേരെല്ലാം കിട്ടുന്ന അവസരം നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ ഒരു എൻ്റർടൈനർ ഒരു 2-2.5 മണിക്കൂർ അത്യാവശ്യം നല്ല രീതിയിൽ ചിരിക്കാൻ ഒരു ഫാൻറ്റസി മൂഡിൽ പോകുന്ന പടം കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾക്ക് കാണാം. ഫാമിലിയായിട്ട് കുട്ടികളായിട്ടൊക്കെ കണ്ടാൽ നല്ല എൻഗേജിങ് ആയിരിക്കും. പടക്കളം എന്ന് പറയുന്ന സിനിമ പുതിയ ഡയറക്ടറൊക്കെയാണ്. പക്ഷേ എന്നാലും യാതൊരുവിധ കുറവുകളും പഴുതുകളും ഇല്ലാതെ തന്നെ ആ സിനിമ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ സിനിമയുടെ ബോക്സ് ഓഫീസിലേക്ക് വരുമ്പോൾ സിനിമ ഏകദേശം കേരളത്തിൽ നിന്ന് മാത്രം 12 കോടി രൂപയോളം കളക്ട് ചെയ്തിരുന്നു. വേൾഡ് വൈഡ് കളക്ഷൻ ഏകദേശം ഒരു 17 കോടി രൂപയോളം നേടി ഈ ചിത്രം. ഏകദേശം 7.5 കോടി രൂപയുടെ ബഡ്ജറ്റ്. ഒരു ഹിറ്റ് സ്റ്റാറ്റസ് ആണ് ചിത്രത്തിന് കിട്ടിയിരിക്കുന്നത്. ഒരു സ്ലീപ്പർ ഹിറ്റ് എന്ന് വേണമെങ്കിൽ നമുക്ക് ഇതിനെ വിളിക്കാം. പക്ഷെ നല്ല റിവ്യൂ തിയേറ്ററിൽ വന്നപ്പോഴും വന്ന സിനിമ തന്നെയാണ് പടക്കളം.